ഓക്കെ, കംപ്ലീറ്റ് സിലബസ് പഠിച്ചു. പക്ഷെ കംപ്ലീറ്റ് സിലബസും റിവൈസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. പക്ഷെ എനിക്ക് എക്സാമിന് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പലരും മുന്നോട്ട് വെക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് സിലബസ് പഠിച്ചിട്ട് കാര്യമില്ല. കംപ്ലീറ്റ് സിലബസ് പഠിച്ചിട്ട് കാര്യമില്ല. കംപ്ലീറ്റ് സിലബസ് റിവൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി, നിങ്ങളുടെ സ്റ്റഡി അപ്രോച്ച് ചേഞ്ച് ചെയ്യാനുള്ള സമയമാണിത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്ട്രാറ്റജിയെ മൊത്തമായിട്ട് തന്നെ നിങ്ങൾ മാറ്റണം. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ വരുന്ന 10 ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോക്കസ്ഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഫോക്കസ്ഡ് ട്രെയിനിങ്ങിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത് എന്താണ് സെറ്റ് എക്കണോമിക്സ്, എങ്ങനെ അതിന് തയ്യാറാവണം, ഈ 10 ദിവസത്തിൽ എന്തെല്ലാം പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ സെഷന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? 10 ദിവസം കൊണ്ട് നിങ്ങളെ സെറ്റ് എക്സാമിന് ആപ്റ്റ് ആക്കുന്ന രീതിയിൽ നിങ്ങളെ വാർത്തെടുക്കുന്ന ഒരു ഓറിയന്റേഷൻ സെഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്രൂപ്പ് വൈസ് ആണെങ്കിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു, 1-to-1 സെഷൻ ആണെങ്കിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെ ആയിരിക്കും നമ്മുടെ ഈ 10 ഡേയ്സിൽ നിങ്ങൾക്കറിയാലോ, വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരില്ലേ, പിന്നെ എന്തുകൊണ്ട് ഈ 10 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ നമ്മൾ സെറ്റ് എക്കണോമിക്സ് എന്താണെന്നുള്ളത് നോക്കാം. സെറ്റ് എക്കണോമിക്സ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണല്ലേ. കേരളത്തില് ഒരു ടീച്ചർ ആവാനുള്ള ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ആണ്, കേരളത്തിലെ സ്കൂളുകളിൽ ടീച്ചർ ആവാനുള്ള ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ആണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത്. 2 പേപ്പേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ, ജനറൽ പേപ്പറും ഉണ്ടായിരിക്കും, എക്കണോമിക്സ് പേപ്പറും ഉണ്ടായിരിക്കും. എക്കണോമിക്സ് പേപ്പർ കോൺസെപ്റ്റ് പ്ലസ് ആപ്ലിക്കേഷൻ ആണ്. അതിന്റെ കൂടെ ഒരു അനലറ്റിക്കൽ തിങ്കിങ്ങും കൂടെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്കണോമിക്സ് ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. കോൺസെപ്റ്റ് ക്ലാരിറ്റി വേണം, ആ കോൺസെപ്റ്റിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയണം. എക്സാമിന് ടോട്ടലി ഒരു അനാലിറ്റിക്കൽ തിങ്കിങ് നടത്താനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അതിന്റെ കൂടെ പ്രീവിയസ് ഇയർ പാറ്റേൺ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിനനുസൃതമായിട്ട് കൺസെപ്റ്റ് സെറ്റ് ചെയ്യുക, അപ്ലിക്കേഷൻ സെറ്റ് ചെയ്യുക, അനലിറ്റിക്കൽ തിങ്കിങ്ങിന് മോഡിഫൈ ചെയ്തെടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിയാൽ നിങ്ങൾ എന്താവും? വളരെ ആപ്റ്റ് ആയിട്ട് എക്സാം ക്ലിയർ ചെയ്യും. ഓക്കെ, ഇനി സെറ്റ് എക്കണോമിക്സ് സിലബസ് അല്ല, ചോദ്യമാണ് പ്രധാനം. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ്. നിങ്ങൾ പറയുന്നുണ്ട് എന്ത്? ഞാൻ സെറ്റ് സിലബസ് കംപ്ലീറ്റഡ് ആണ്, ഒരു തരി പോലും എനിക്കതിൽ ബാക്കിയില്ല, പക്ഷെ എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അതിനർത്ഥം എന്താണ്? നിങ്ങൾ ഫോക്കസ് ചെയ്തത് സിലബസിനെയാണ്. സിലബസ് മാത്രം ഫോക്കസ് ചെയ്താൽ എന്ത് കിട്ടില്ല? നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം പുസ്തകം മുഴുവൻ പഠിച്ചു, എക്കണോമിക്സിന് നമുക്ക് തന്നിട്ടുള്ള എല്ലാ സിലബസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ ആവോ? ക്ലിയർ ആവണമെന്നില്ല. കാരണം സിലബസ് മുഴുവൻ പഠിച്ചാൽ സെറ്റ് എക്കണോമിക്സ് ക്ലിയർ ആവും എന്നുള്ള ധാരണ നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റണം. അത് ശരിയായ ധാരണയല്ല, അത് തെറ്റിദ്ധാരണയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ സെറ്റ് എക്കണോമിക്സിന് ചോദിക്കുന്നത് കൺസെപ്റ്റ് മനസ്സിലായോ എന്നുള്ളത് നോക്കൂ. ആ കൺസെപ്റ്റിനെ നിങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാനാകുന്നുണ്ടോ എന്നുള്ളത് നോക്കൂ. കൺസെപ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് അറിയുമോ എന്ന് ചോദിക്കും. റൈറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാനാകുന്നുണ്ടോ എന്ന് നോക്കും. അല്ലാണ്ട് സിലബസിന് ഡയറക്റ്റ് അവിടെ കൊടുക്കല്ല. നിങ്ങൾ ലോ ഓഫ് ഡിമാൻഡ്, ഞാൻ ലോ ഓഫ് ഡിമാൻഡ് പഠിച്ചു, എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളത് എക്കണോമിക്സിലെ ഒരു സെറ്റ് എക്സാമിന് ചോദിക്കുമോ? ഇല്ല. എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളത് നിങ്ങളോട് ഇപ്പൊ ചോദിക്കില്ല. ആ ലോ ഓഫ് ഡിമാൻഡിനെ, നിങ്ങൾ പഠിച്ച ലോ ഓഫ് ഡിമാൻഡിനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ആര് ടെസ്റ്റ് ചെയ്യുന്നത്? എക്സാം ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഡെഫിനിഷൻ അല്ല പ്രധാനം, ആ ഡെഫിനിഷനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. മനസ്സിലായോ? ഇപ്പൊ ഒരേ സിലബസ് ആയിരിക്കും, വ്യത്യസ്ത ചോദ്യങ്ങളായിരിക്കും അല്ലെ. സിലബസ് സെയിം ആയിരിക്കും, എന്താണ്? സിലബസ് സെയിം ആയിരിക്കും, പക്ഷെ വ്യത്യസ്ത ചോദ്യങ്ങളായിരിക്കും വരുന്നത്. നേരിട്ട് ചോദ്യം വരുമോ? ഒരിക്കലും നേരിട്ട് ചോദ്യം വരില്ല. എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളത് ചോദിക്കോ? എന്താണ് ലോ ഓഫ് സപ്ലൈ എന്നുള്ളത് ചോദിക്കോ? അങ്ങനെയൊന്നുമല്ല ചോദിക്കുക അല്ലെ. ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് വരും, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും, കൺസെപ്റ്റ് മിക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരും, ലോ ഓഫ് ഡിമാൻഡിനെയും ലോ ഓഫ് സപ്ലൈനെയും മിക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഇതാണ് സെറ്റ് പാറ്റേൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് സിലബസ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കഴിയുമോ? ഒരിക്കലുമില്ല. സിലബസ് മൊത്തം കവർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം തികഞ്ഞിരിക്കുകയാണ്, ഞാൻ എക്സാമിന് പോവാണ് എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. എക്സാം സിലബസ് കവർ ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരിക്കലും എന്തിനു കഴിയില്ല?
നെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ, സോറി സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് കഴിയില്ല. അതിന് കാരണം എന്താണ്? നേരിട്ട് ചോദ്യം വരില്ല. എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഒരിക്കലും വരില്ല. ഓക്കെ, പിന്നെ നോക്കാം ബുക്ക് വേഴ്സസ് സെറ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ്? ബുക്കില് ഡിമാൻഡ് എന്താണ് എന്നുള്ളത് ബുക്കിൽ ഉണ്ടാവും. സെറ്റ് എക്സാം എന്താ ചോദിക്കാം? എന്തുകൊണ്ട് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്തു എന്ന് ചോദിക്കും. അപ്പൊ ഡിമാൻഡ് എന്തുകൊണ്ട് ഷിഫ്റ്റ് ചെയ്തു? അപ്പൊ എന്താണ് ഡിമാൻഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം അല്ലെ? വാണ്ട് അല്ലെ, ഡിസയർ, വില്ലിങ്നെസ് ടു പേ, എബിലിറ്റി ടു പേ, ഇതൊക്കെ കൂടി ചേർന്നതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഡിമാൻഡ് കർവിൽ എന്ത് ഷിഫ്റ്റ് ഉണ്ടായി എന്നുള്ളതിന് ഡിമാൻഡ് കർവ് ഏതൊക്കെ രീതിയിൽ ഷിഫ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾ നോക്കണം അല്ലെ. അത് എങ്ങോട്ട്, റൈറ്റിലേക്കാണോ ഷിഫ്റ്റ്, ലെഫ്റ്റിലേക്കാണോ ഷിഫ്റ്റ്, എന്തുകൊണ്ടാണെന്നത് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ആ ഒരു രീതിയിൽ കോൺസെപ്റ്റിനെ നിങ്ങളിലേക്ക് ഇട്ടുതരും. ചുരുക്കി നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് അല്ലെ, നമുക്ക് ബ്രേക്ക് എന്താണ് എന്നുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്തുള്ള ടെസ്റ്റിന്റെ സിലബസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് ബ്രേക്ക് എന്നുള്ളത്. നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് എന്താണ് ബ്രേക്ക് എന്നാണോ നിങ്ങളോട് ചോദിക്കുന്നത്? അല്ല, ആ ബ്രേക്ക് നമ്മൾ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആ ബ്രേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എവിടെയാണ് വണ്ടി നിർത്തേണ്ടത്, അപ്പൊ ബ്രേക്ക് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് എക്സാം ടെസ്റ്റ് ചെയ്യുന്നത്. സിലബസിൽ എന്തായിരുന്നു? എന്താണ് ബ്രേക്ക് എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായോ? ഇങ്ങനെയാണ് എക്കണോമിക്സിൽ നിന്ന് ചോദിക്കുക. ക്ലാരിറ്റി കിട്ടിയോ? യെസ്, നമ്മൾക്ക് പ്രാക്ടിക്കലി നമ്മൾ ലൈഫിൽ ചിന്തിക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഈ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ സെറ്റ് എക്സാം നമ്മളിപ്പോ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി സിലബസ് അടിസ്ഥാനമാക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് പോകും അല്ലെ. നമ്മൾ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എട്ടിടാനും എല്ലിടാനും ഒക്കെ വിളിക്കുന്ന സമയത്തെ നമ്മൾ പോയിട്ട് അപ്പൊ അവര് നമ്മളോട് ചോദിക്കുന്നത് എന്താണ് ബ്രേക്ക് എന്ന്, വണ്ടി തന്നിട്ട് എന്താണ് ബ്രേക്ക് എന്ന് നമ്മളോട് ചോദിക്കോ? ഇല്ല. നിങ്ങൾ പോകുന്നു, ആ സമയത്ത് ബ്രേക്ക് പിടിക്കൂ എന്ന് പറയുമ്പോൾ അത് അപ്ലൈ ചെയ്യണം. ബ്രേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബ്രേക്കിന്റെ ഡെഫിനേഷൻ അവിടെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം? ആ ബ്രേക്ക് പിടിക്കുക തന്നെ വേണം അല്ലെ. യെസ്, ആ തരത്തിലുള്ള ഒരു അപ്രോച്ച് ആണ് ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്. സിലബസിൽ എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് പറയുന്നുള്ളൂ. പക്ഷെ അതെങ്ങനെ എക്സാമിന് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു വെക്കാനായിട്ട് പോകുന്നത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? തിങ്കിങ് ലെവൽ ഡിഫറെന്റ് ആക്കി മാറ്റണം. അല്ലെങ്കിൽ ആ സിലബസിന് അനുസൃതമായിട്ട് നിങ്ങളുടെ തിങ്കിങ്ങിനെയും നിങ്ങളെ എന്ത് ചെയ്യണം? കൂട്ടിക്കൊണ്ടുവരണം. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? എക്സാമിന് പ്രാപ്തരാകുള്ളൂ. സിലബസ് മൊത്തം പഠിച്ചിട്ട് എങ്ങനെ അത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ഫെയിലിയർ ആവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മുടെ എക്സാം ബേസിലുള്ള റിയാലിറ്റി എന്താണെന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് സിലബസ് അറിയാം, പക്ഷെ ചോദ്യം വന്നാൽ നിങ്ങൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും അല്ലെ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു സിലബസ്, യെസ് ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ചോദ്യം വരുമ്പോൾ എനിക്ക് അറിയില്ല എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ വരണത്. അതിനർത്ഥം നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചു, പക്ഷെ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അത് അപ്ലൈ ചെയ്യാൻ പറ്റണം. അത് അപ്ലൈ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കണം. അതിനുള്ള ക്ലാസ് ആണ് ഈ 10 ദിവസം കൊണ്ട് നമ്മൾ തരുന്നത്. മനസ്സിലായോ? അപ്പൊ സെറ്റ് എക്കണോമിക്സ് എക്സാം റിയാലിറ്റി എന്താണ്? ഇതാണ്. എല്ലാം പഠിച്ചിട്ടുണ്ട് എന്നിട്ടും ക്ലിയർ ആയില്ല, ഇത് പറയുന്നവർ കൂടുതലാണ്. എല്ലാവരും പറയുന്നതാണ്. അപ്പം എനിക്ക് തന്നെ പേഴ്സണലി ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, മിസ്സേ ഞങ്ങൾ ഒരുപാട് പഠിച്ചു, സിലബസ് മൊത്തം കവർ ചെയ്തു, ഇനി സിലബസിന്റെ ഏത് ഭാഗവും ഞങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ ഞങ്ങൾ എക്സാം ക്ലിയർ ആയില്ല, 1 മാർക്കിന് പോയി, 2 മാർക്കിന് പോയി, അടുത്തെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജസ് കോൾസും ഒക്കെ വരാറുണ്ട്. അതെന്താണ്? ഇതാണ് നിങ്ങളുടെ സ്ട്രാറ്റജി, നിങ്ങളുടെ അപ്രോച്ച് മാറ്റാൻ സമയമായിട്ടുണ്ട്. അതാണ് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ റീഡ് ചെയ്യണം, തിങ്കിങ് ലെസ്. അതാണ് അതിനൊരു പ്രധാന കാരണം. നിങ്ങൾ ഒരുപാട് പഠിക്കും, സിലബസ് കവർ ചെയ്യാനുള്ള തിടുക്കത്തിലായിരിക്കും നിങ്ങൾ അല്ലെ. 1 വർഷം എടുത്ത് പഠിച്ചവര്, 2 വർഷം എടുത്ത് പഠിച്ചവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവരൊക്കെ എന്നുള്ള കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവരെന്ത് ചെയ്യില്ല? പഠിക്കുന്ന കാര്യം തിങ്ക് ചെയ്യില്ല. ഓക്കെ, അപ്പൊ സെറ്റിലെ മാർക്ക് കിട്ടുന്നത് എന്തിനാണ്? യെസ്, ഒരുപാട് പഠിച്ചു എന്നുള്ളതിനല്ല, മറ്റത് ചിന്തിച്ചതിനാണ്. എന്താണ് ഡിമാൻഡ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കും, പക്ഷെ ആ ഡിമാൻഡിനെ നിങ്ങളുടെ ചിന്തയിൽ കൊണ്ടുവന്നത് അപ്ലൈ ചെയ്യാൻ കഴിയണം. അപ്പോഴാണ് എക്സാം എന്ത് ചെയ്യുള്ളൂ? ക്ലിയർ ആവുള്ളൂ. അതിനാണ് നമ്മൾ നിങ്ങളെ പ്രാപ്തരാക്കുന്നത്. ഓക്കെ, ഇനി അനദർ വൺ ആണ് റിപ്പീറ്റഡ് കോൺസെപ്റ്റ് മാറ്റേഴ്സ്. എല്ലാരും പറയും ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചില്ല, അത് മുന്നത്തെ എക്സാമിന് ഉണ്ടായിരുന്നു, അത് അതിന്റെ മുന്നേ ഉണ്ടായിരുന്നു, അപ്പൊ അതൊന്നും പഠിക്കണ്ട, പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ തേടിയിട്ട് പഠിക്കുന്ന ആളുകൾ കൂടുതലാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 100 കോൺസെപ്റ്റ്സ് പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആണ് 25 റിപ്പീറ്റഡ് കോൺസെപ്റ്റ്സ് നോക്കുന്നത്. മനസ്സിലായോ? അതിനെ നമ്മൾക്ക് എവിടെന്നാ കിട്ടുക? യെസ്, നമ്മളെ സ്ട്രോങ് ആക്കുന്ന ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടുന്നത്
പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസിൽ നിന്നാണ്. നിങ്ങൾ ഒരു 10 ഫേസിലെ അല്ലെങ്കിൽ 10 വർഷത്തെങ്കിലും നിങ്ങൾ എടുത്ത് പഠിച്ചിരിക്കണം. 10 വർഷത്തെ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ എടുത്ത് പഠിച്ചിരിക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? യെസ്, ഈ മാറ്റർ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, ഇതിൽ ഞാൻ സ്ട്രെസ് ചെയ്യണം, ഇതിൽ ഞാൻ ഫോക്കസ് ചെയ്യണം, ഇതിനെ ഞാൻ കൂടുതലായിട്ട് പഠിക്കണം. അല്ലാണ്ട് അന്നൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട്, ഇനി അടുത്തതിന് അത് വരില്ല എന്ന് വെച്ചിട്ട് ഒഴിവാക്കിയാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ മാർക്ക് ഷുവർലി അവിടെ പോവും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നോക്കിക്കോളൂ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ 3 റിപ്പീറ്റഡ് ആയിരിക്കും. അത് സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആവണമെന്നില്ല, സെയിം കോൺസെപ്റ്റ് റിപ്പീറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഈ 3 നിങ്ങൾ പുതിയ പുതിയ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് ഈ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5ൽ 3 സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ലേ? അത് മതിയില്ലേ നിങ്ങൾക്ക്? ധാരാളമല്ലേ? യെസ്. അതുകൊണ്ട് സെറ്റ് എക്കണോമിക്സിന് നിങ്ങൾ ഹാർഡ് ആയിട്ടല്ല നോക്കേണ്ടത്, സ്മാർട്ട് ആയിട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പഠിക്കണം. അതിന് നമ്മൾ ഈ ഒരു 10 ദിവസം കൊണ്ട് നിങ്ങളെ ആപ്റ്റ് ആക്കും എന്നുള്ളത് ഷുവർ ആണ്. ഓക്കെ, ഇനി ബുക്ക് മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റം. എന്നാ ബുക്കിൽ എന്താ പറയുന്നത്? ബുക്ക് മൈൻഡ് സെറ്റ് എന്താണ്? എല്ലാം ഇമ്പോർട്ടന്റ് ആയിരിക്കും. ബുക്ക് നോക്കിയാൽ നമുക്ക് തോന്നും എല്ലാം ഇമ്പോർട്ടന്റ് ആയിരിക്കും. എന്നാൽ എക്സാം മൈൻഡ് സെറ്റിൽ നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്? യെസ്, റിപ്പീറ്റഡ് കോൺസെപ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളത് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് ഇപ്പൊ സിലബസ് നോക്കിയാൽ യെസ് ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ടിക്ക് ഇടുന്ന സമയത്ത് അപ്പൊ ലാസ്റ്റ് നോക്കുമ്പോൾ എല്ലാം ഇമ്പോർട്ടന്റ് ആയിരിക്കും. പക്ഷെ എക്സാം മൈൻഡ് സെറ്റിൽ നിങ്ങൾ നോക്കുമ്പോൾ റിപ്പീറ്റഡ് കോൺസെപ്റ്റ്സ് എവിടെയാണോ, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് എവിടെയാണോ അതിനായിരിക്കും നിങ്ങൾ ടിക്ക് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ വാ ഇത് കുറച്ചേ ഉള്ളല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ആ കുറച്ച് പഠിച്ചാൽ പകുതിയോളം നിങ്ങൾക്ക് അവിടെ നിന്നും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് എക്സാം ഓറിയന്റഡ് സെലക്ഷൻ വളരെ ആവശ്യമാണ്. ആദ്യം റിപ്പീറ്റഡിന് തന്നെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. അതിനുശേഷം അത് ലീസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ളതും ഇതുവരെ ചോദിക്കാത്തതിനൊക്കെ പഠിക്കാൻ പോവേണ്ടത്. മനസ്സിലായോ? ഇനി സെറ്റ് എക്കണോമിക്സ് മൈൻഡ് സെറ്റ് എങ്ങനെ ആയിരിക്കണം, ചോദ്യം എങ്ങനെ ചോദിക്കുന്നു എന്നുള്ളത് നിങ്ങൾ പഠിക്കുക, കൺസെപ്റ്റ് എവിടെ അപ്ലൈ ചെയ്യണം എന്ന് പഠിക്കുക. ഓക്കെ, കൺസെപ്റ്റ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ യെസ് ഇങ്ങനെയും ചോദ്യം ചോദിക്കാം എന്ന് നമ്മളുടെ മൈൻഡിലേക്ക് വരും. അത് വരുത്തുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ സ്പീഡ് പ്ലസ് അക്യുറസി ബാലൻസ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും അതുവഴി നിങ്ങളുടെ തിങ്കിങ്ങിലൂടെ നിങ്ങളെ ആൻസറിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയും. അപ്പൊ എപ്പോഴും നമ്മൾ എല്ലാം പഠിച്ചു തന്നെ ആൻസർ എഴുതണമെന്നില്ല. പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ പഠിക്കാത്ത ഏരിയ, നിങ്ങൾ തൊട്ട് തീണ്ടാത്ത ഏരിയയിൽ നിന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് നിങ്ങൾക്ക് വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്റ്റ് ചെയ്യാൻ കഴിയും. കാരണം എലിമിനേഷൻ ടെക്നിക്ക് നിങ്ങൾ അവിടെ യൂസ് ചെയ്യണം. ഈ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു പക്ഷെ ആ ഏരിയ തൊട്ടിട്ടേ ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് അവിടെ നിന്ന് സ്കോർ കിട്ടും. അത്തരത്തിലുള്ള ചില ക്വസ്റ്റ്യൻസും സെറ്റിനെ കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ്ലി ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതിനെ നിങ്ങൾക്ക് ആറ്റി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ ഒരു 10 ഡേയ്സിലൂടെ തരുന്നുണ്ട്. അപ്പൊ നമ്മൾ വിദ്യാർത്ഥികൾക്കിടയിൽ കണ്ടുവരുന്ന തെറ്റുകളാണ്. ആദ്യം സിലബസ് മാത്രം പഠിച്ചു പോകും, അല്ലെങ്കിൽ സിലബസ് മൊത്തം പഠിച്ചു പോകും എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രീതി. സിലബസ് മാത്രം പഠിക്കുക എന്നുള്ളത് ഓക്കെ, പക്ഷെ സിലബസ് മൊത്തം പഠിക്കുക എന്നുള്ളത് എന്തല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒന്നല്ല. ബുക്ക് വായിച്ച് അങ്ങനെ ഓർക്കും യെസ് ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡ് കിട്ടുന്നുണ്ടോ, ഡെഫിനേഷൻ കിട്ടുന്നുണ്ടോ, നമ്മൾ നേരെ മറിച്ച് എന്താ ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്യില്ല. അതിന്റെ ഡെഫിനിഷൻ വെറുതെ ബയാട്ട് ചെയ്ത് ഹാർട്ട് കൊണ്ട് പഠിച്ച് അങ്ങ് പോവുക ചെയ്യാം. എന്നാൽ പ്രീവിയസ് ചോദ്യങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കില്ല. അതൊക്കെ ചോദിച്ചു കഴിഞ്ഞതല്ലേ, ഇനി പുതിയതല്ലേ വരിക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലിരിക്കും. അത് ഒരിക്കലും ഉണ്ടാവരുത്. കൺസെപ്റ്റ് മനസ്സിലാക്കാതെ ഡെഫിനിഷൻ പഠിക്കും. ലോ ഓഫ് ഡിമാൻഡ്, ഇഫ് പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്. എന്താ പഠിച്ചതെന്നും അറിയില്ല, എങ്ങനെയാണത് തിങ്ക് ചെയ്യേണ്ടത് എന്നും അറിയില്ല. ജസ്റ്റ് എന്ത് ചെയ്യും? പാട്ട് പോലെ അങ്ങനെ പഠിച്ച് പോകും. അപ്പൊ ഇതാണ് ഇത്തരം തെറ്റുകൾ ആവർത്തിക്കുന്നത് കൊണ്ടാണ് സ്റ്റുഡൻസ് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുന്നത്? ഫെയിൽ ആയിട്ട് പോകുന്നത്. അപ്പൊ പഴയ രീതി അല്ല ഇനി വേണ്ടത്. പഴയ രീതി ഒക്കെ നിങ്ങൾ മാറ്റിയിട്ട് പുതിയൊരു പഠന രീതി നിങ്ങൾ കൊണ്ടുവരണം. ബുക്ക് വായിച്ചു തീർക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. മാക്സിമം സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് യെസ് ഞാൻ എന്റെ മാക്സിമം ബുക്ക് വായിച്ച് തീർക്കട്ടെ എന്നുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവരുത്.
ഡെഫിനിഷൻ ഓർത്തോർത്ത് പഠിക്കരുത്. നേരെ മറിച്ച് ആ ഡെഫിനിഷൻ, ആ ഡിഫൈൻ വേർഡ് ബൈ വേർഡ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ കോൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. പേജ് ബൈ പേജ് സ്റ്റഡി ഒഴിവാക്കണം. ഇത് ഒരിക്കലും ഒരു സ്മാർട്ട് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അല്ല. അത് നിങ്ങൾ എപ്പോഴും ഫെയിലിയറിലേക്ക് നയിക്കുന്ന സ്ട്രാറ്റജിയാണ്. സിലബസ് എടുത്ത് സിലബസ് വേണം, സിലബസ് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ആ സിലബസിനകത്തുള്ളത് മൊത്തം നിങ്ങൾ പഠിക്കാനായിട്ട് പോവരുത്. എന്ത് പഠിക്കണം, എന്ത് പഠിക്കരുത് എന്നുള്ള ധാരണ നിങ്ങൾക്ക് കൃത്യമായി ഉണ്ടായിരിക്കണം. ആ ധാരണ നമ്മുടെ ഈ ഒരു 10 ദിവസത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ശരിയായ പഠന രീതി എങ്ങനെയായിരിക്കണം? കൺസെപ്റ്റ് മനസ്സിലാക്കണം, ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുക എന്നുള്ളത് മനസ്സിലാക്കണം, ഓപ്ഷൻ അനലൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇതിന് ചേർന്നതല്ല എന്നുണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. എന്തൊക്കെയാണ് മിസ്റ്റേക്ക്, ഇതുവരെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള എക്സാം ടൈമിലുള്ള മിസ്റ്റേക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. അങ്ങനെ ലേണിങ്ങും തിങ്കിങ്ങും നിങ്ങളെ പ്രാപ്തമാക്കുന്ന രീതിയിലായിരിക്കും നമ്മളുടെ 10 ഡേയ്സ് ക്ലാസ്സസ് പോകുന്നത്. അപ്പോൾ കൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തുക, റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക് ഉണ്ടായിരിക്കും, ഫൈനൽ ആൻസർ ലോജിക് ഉണ്ടായിരിക്കും. ഇതാണ് എക്സാം അപ്രോച്ച് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തരും, അതുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് പറഞ്ഞു തന്നാൽ അതെങ്ങനെ തിങ്ക് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും, അതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരും, അതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള MCQസും പ്രീവൈക്യൂസും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ആപ്റ്റ് ആക്കും. ദെൻ ഓപ്ഷൻ എങ്ങനെ എലിമിനേറ്റ് ചെയ്യും, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഓപ്ഷൻ ആണെങ്കിൽ കൂടി അതിന് ലോജിക് യൂസ് ചെയ്ത് ഒരു ഫൈനൽ ആൻസറിലേക്ക് എത്താൻ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ പ്രാപ്തരാക്കും. അതിനുള്ള ഒരു 10 ഡേയ്സ് ക്ലാസ് ആണ് നമ്മൾ തരുന്നത്. ഓക്കെ, ഇനി എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, നോട്ട്സ് എങ്ങനെ ഉണ്ടാക്കണം? എല്ലാവരും എന്താ ചെയ്യാന്നറിയോ? സിലബസ് നോക്കും, സിലബസ് വെച്ചിട്ട് അങ്ങനെ എഴുതി 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 തീർക്കും. ലാസ്റ്റ് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് അവർ എഴുതിയിട്ടുണ്ടാവും. ലാസ്റ്റ് അപ്പൊ എന്തെങ്കിലും അതിൽ നിന്ന് ഓർമ്മ ഉണ്ടാവോ? ഇല്ല, വെറുതെ ഡെഫിനിഷൻ ബൈ ഡെഫിനിഷൻ എഴുതിയോണ്ടിരിക്കും. ഒരു നോട്ട് അല്ലെങ്കിൽ 2 നോട്ട് 3 നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇനി പഠിക്കാനിരിക്കുമ്പോൾ എഴുതിയ നോട്ടൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പൊ നമ്മുടെ മൈൻഡിലേക്ക് കയറും, ഇത് ഒരുപാടുണ്ട്, പഠിച്ചാൽ തീരില്ല, എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ ഇവിടെ നിർത്തി പോവുകയാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരികയും അവിടെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ചെയ്ത് എണീറ്റ് പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത കുട്ടികൾക്കിടയിൽ കണ്ടുവരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത് നോട്ട് ഉണ്ടാക്കൽ എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അതാണ് പ്രധാന കാരണം. ലോങ് നോട്ട്സ് ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യരുത്. എപ്പോഴും കീ പോയിന്റ്സ് മാത്രം വേണം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ. അത് എങ്ങനെ കീ പോയിന്റ്സ് ചെയ്തിട്ടുണ്ട്? യെസ്, ലോ ഓഫ് ഡിമാൻഡിനെ പഠിക്കുന്നു, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ മൈൻഡ് കൊണ്ട് കീവേഡ്സ് നിങ്ങൾക്ക് വേണ്ട കീവേഡ്സ് ഉണ്ടാക്കണം നിങ്ങളാണ്. മറ്റൊരാളുടെ കീവേഡ്സ് നിങ്ങൾക്ക് ആപ്റ്റ് ആവില്ല. അതുകൊണ്ട് പഠിച്ചിട്ട് വേണം നോട്ട് എഴുതാൻ. ഷോർട്ട് ആയിട്ട് ലെക്ചർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് എഴുതി വെക്കുക. ഒരിക്കലും ലോങ് ആയിട്ട് നോട്ട്സ് ഉണ്ടാക്കരുത്. ഡയഗ്രാം ഉണ്ടെങ്കിൽ ആ ഡയഗ്രാം തെറ്റാണ്ട് വരച്ചു വെക്കുക. അതിനനുസൃതമായിട്ട് എന്താണ് ആ ഡയഗ്രാം പറയുന്നത് എന്നുള്ളത് നീട്ടി വലിച്ച് എഴുതാണ്ട് ആ ഡയഗ്രത്തിന്റെ ചെറിയ ചെറിയ പോയിന്റ്സ്, ഹിൻസ് മാത്രം നിങ്ങൾ എഴുതി വെക്കുക. റിപ്പീറ്റഡ് മിസ്റ്റേക്സ് ഒക്കെ എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഒരു ഭാഗത്ത് നമ്മുടെ മിസ്റ്റേക്സ് എന്താണെന്ന് നോട്ട് ചെയ്യാൻ തന്നെ ഒരു പേജ് നിങ്ങൾ ബാക്കിൽ ഒഴിച്ചിടുക. ഇങ്ങനെയാണ് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരിക്കലും ലോങ് ആയിട്ട് ആദ്യം നോട്ട് എഴുതുക എന്നിട്ട് പഠിക്കുക എന്നുള്ള സ്ട്രാറ്റജി ഉണ്ടാവരുത്. അത് ഒഴിവാക്കണം. അതെന്താണ്, ഹാർഡായിട്ട് നമ്മൾ വർക്ക് ചെയ്യും, പക്ഷെ ഒരിക്കലും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒന്നല്ല. നേരെ മറിച്ച് പഠിക്കുന്നു, അതിനെ ഓർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നോട്ട് എഴുതുന്നു. എന്ത് നോട്ടാ? ലോങ് നോട്ടല്ല, ഷോർട്ട് നോട്ട്. കീ പോയിന്റ്സ് മാത്രം ചെയ്യണം. അത് നിങ്ങളെ എപ്പോ ഹെൽപ്പ് ചെയ്യും? റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാനും അത് കാരണമാവും. ഓക്കെ, ഇനി എങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കണം. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഓരോ ഇയറിലും ഏതാണെന്ന് നോട്ട് ചെയ്ത് വെക്കണം. ടൈം ബൗണ്ട് പ്രാക്ടീസ് വേണം. കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് നോക്കണം. റോങ് ആൻസേഴ്സിനെ നിങ്ങൾ അനലൈസ് ചെയ്യണം. ഇതാണ് ഇതിന്റെ ആൻസർ എന്നുള്ളതോടൊപ്പം തന്നെ എന്തുകൊണ്ട് മറ്റുള്ളതൊന്നും ഇതിന്റെ ആൻസർ ആയില്ല എന്നുള്ളതും കൂടെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. 4 ഓപ്ഷൻസ്, ഈ 4 ഓപ്ഷൻസും എന്താണ്, ഏകദേശം ആൻസറിനോട് അടുത്തിരിക്കുന്നതായിരിക്കും. അപ്പൊ ഒന്ന് നമ്മൾ ആൻസർ ഓപ്ഷനിലേക്ക് മാത്രം നമ്മൾ കണ്ണോടിക്കും, ആൻസർ ഓപ്ഷനെ മാത്രം നമ്മൾ അനലൈസ് ചെയ്യും. അല്ല, ബാക്കി 3 ഓപ്ഷൻസ് എന്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്തു, എന്തുകൊണ്ട് അതിന്റെ ആൻസർ ആയില്ല എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. അപ്പോഴായിരിക്കും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ സെറ്റ് എക്കണോമിക്സ് ക്ലിയർ ചെയ്യാൻ കൂടുതൽ സമയം പഠിക്കേണ്ട, ശരിയായ രീതിയിൽ, അത് കുറച്ച് സമയമാണെങ്കിൽ കൂടി ശരിയായ രീതിയിൽ പഠിച്ചിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതാ ഞാൻ പറഞ്ഞത്, 1 വർഷം പഠിച്ചവരോട് ഇരുന്നോട്ടെ, 2 വർഷം പഠിച്ചവരിരുന്നോട്ടെ, ഈ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നമ്മൾ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഐ ആം ഷുവർ യു ക്യാൻ.
യു ക്യാൻ അച്ചീവ് യുവർ ഡ്രീം. ഓക്കെ, റെഡിയാണോ? നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുക, നമ്മളോട് ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് വരിക. ഓക്കെ, അപ്പൊ ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്യും, കീറി മുറിച്ച് നമ്മൾ സിലബസിനെ അനലൈസ് ചെയ്യും. ഓക്കെ, ഇമ്പോർട്ടന്റ് കൺസെപ്റ്റിൽ മാത്രം നമ്മൾ ക്ലാരിറ്റി ചെയ്യും. ഞാൻ ഷുവർ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഈ ഒരു 10 ദിവസം കൊണ്ട് സിലബസ് മൊത്തം ഞാൻ കവർ ചെയ്ത് തരില്ല. അത് എനിക്കും ഉറപ്പാണ്, നിങ്ങൾക്കും അത് ഉറപ്പാണ് അല്ലെ. 10 ദിവസം കൊണ്ട് സിലബസ് മൊത്തം പഠിക്കാം എന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. 10 ദിവസം കൊണ്ട് ഒരിക്കലും സിലബസ് മൊത്തം പഠിക്കാൻ കഴിയില്ല. പക്ഷെ സിലബസിലുള്ള എക്സാം ആപ്റ്റ് ആവുന്ന രീതിയിൽ, എക്സാമിനെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൺസെപ്റ്റിനെ ഞാൻ നിങ്ങൾക്ക് 10 ദിവസം കൊണ്ട് പഠിപ്പിച്ചു തരും. ഓക്കെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനെ കൂടുതലായിട്ട് ഡീപ്പായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യും. PYQസിനെ കീറി മുറിച്ച് 10 വർഷത്തെ PYQസിനെ നമ്മൾ കീറി മുറിച്ച് എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. സ്മാർട്ട് നോട്ട്സ് തരും, ഷോർട്ട് കട്ട്സ് തരും. സ്മാർട്ട് നോട്ട്സും ഷോർട്ട് കട്ട്സും നിങ്ങൾക്ക് PDF രൂപത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എക്സാം ഓറിയന്റഡ് ലേണിംഗ് മാത്രമായിരിക്കും, സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അല്ല ഇത്. സിലബസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളവര് നോക്കിയിട്ട് കാര്യമില്ല. ഇത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതല്ല, എക്സാം റിസൾട്ട് ഉണ്ടാക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് സെറ്റ് എക്സാം എഴുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം. മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് കഴിഞ്ഞിട്ടും ക്ലിയർ ആവാത്തവരാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ കുഴപ്പമാണ്, നിങ്ങളുടെ സ്റ്റഡി അപ്രോച്ചിന്റെ കുഴപ്പമാണ്. ആ സ്റ്റഡി അപ്രോച്ചിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ 10 ദിവസം കൊണ്ട് നമ്മുടെ കൂടെ കൂടാം. ദെൻ എക്കണോമിക് കൺസെപ്റ്റ് വീക്ക് ആണ് എന്നുണ്ടെങ്കിൽ എക്സാമിന് ആപ്റ്റ് ആകുന്ന രീതിയിലുള്ള വീക്ക് കൺസെപ്റ്റിനെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ നിങ്ങൾക്ക് നമ്മുടെ കൂടെ പോരാവുന്നതാണ്. പ്രോപ്പർ ഗൈഡൻസ് വേണമെന്നുള്ളവർക്ക് 1-to-1 സെഷൻ ആയതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു സെഷന്റെ ഭാഗമായിട്ട് വരാം. സെറ്റ് എക്കണോമിക്സ് ക്ലിയർ ചെയ്യാൻ ഹാർഡ് വർക്ക് മാത്രം പോരാ, റൈറ്റ് സ്ട്രാറ്റജി തന്നെ വേണം. നിങ്ങളുടെ സെറ്റ് എക്സാം ജേർണിയിലെ ഫസ്റ്റ് കറക്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും ഇത് എന്ന് ഞാൻ നിങ്ങൾക്ക് അഷ്വറൻസ് തരുന്നു. ഓക്കെ, താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തരുന്ന സ്മാർട്ട് ആയിട്ടുള്ള രീതിയിലൂടെ മുന്നോട്ട് പോയാൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഇതിലൂടെ ചെയ്യുന്നത്. താങ്ക് യു.